ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി എന്നോടൊരു കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. സോ അതെന്താണെന്ന് വെച്ചാൽ അതിന് ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് കൺജങ്ഷൻ എന്നാണ്. സോ അതിനെ പറ്റിയിട്ടുള്ള സെൻറ്റൻസാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം നോക്കാൻ പോകുന്നത് കൺജങ്ഷനാണ്. ഓക്കെ, അതിൽ വരുന്ന വേർഡ്സാണ് ആൻഡ്, അങ്ങനെ കുറേ വേർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കി പോവാം. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉമ്മ എന്നാണ് പറയുക. ആൻഡ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. ദെയർ ആർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദി ക്ലാസ്സസ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ ആൺകുട്ടിയും പെൺകുട്ടികളും ഉണ്ടെന്നാണ് നമ്മൾ പറയത്തില്ല. ക്ലാസ്സിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട്. അതിൻ്റെ രീതിയിലാണ് ആൻഡ് എന്ന് വരുന്നത്. നമ്മൾ അങ്ങനെയാണ് ആൻഡിനെ സംബോധന ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് ഇനിയുണ്ട്, നമുക്ക് നോക്കാം. ബോയ്സ് സിങ് ആൻഡ് ഗേൾ ഡാൻസ് എന്ന് വെച്ചാൽ ആൺകുട്ടികൾ പാടുന്നു, പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നു. നമ്മൾ ഉമ്മെന്ന് വെച്ചിട്ട് വരുന്നതാണ് നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞ സംബോധന ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൽ ഉമ്മെന്ന് വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണോ വരുന്നത് അതുപോലെ സെൻറ്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ബോയ്സ് സിങ് ആൻഡ് ഗേൾസ് ഡാൻസ് അങ്ങനെയാണ് വരുന്നത്. സോ ആ നറുക്ക് ആൻഡ് വരും. ഇപ്പോൾ ബോയ്സും ആണുങ്ങൾ ആൺകുട്ടികൾ പാടുന്നു, പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നു. അതിൻ്റെ ഉമ്മെന്നാണ് മലയാളത്തിൽ പറയുന്നത് ആൻഡ്. അടുത്തത് 5 and 5 make 10 എന്ന് വെച്ചാൽ നമ്മൾ 5 ഉം 10. അതിൻ്റെ നമ്മൾ ഉമ്മെന്ന് പറഞ്ഞ സംബോധന ചെയ്തിട്ട് അതാണ് 5 and 5 make 10. പിന്നെ രാജേഷ് ആൻഡ് ചന്തു ഗോ ടു സ്കൂൾ എന്ന് വെച്ചാൽ രാജേഷും ചന്തുവും സ്കൂളിൽ പോകുന്നു. നമ്മൾ ഉമ്മെന്ന് വെച്ചിട്ടാണല്ലോ വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രാജേഷും പിന്നെ ചന്തുവും അങ്ങനെ ഉമ്മെന്ന് വെച്ചിട്ട് വരത്തില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ വരുമ്പോൾ രാജേഷ് ആൻഡ് ചന്തു എന്ന് ആൻഡ് എന്നുള്ള സംഭവം അവിടെ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും വേർഡ്സ് പറയുകയാണെങ്കിൽ ഇയാളും പിന്നെ ഇയാളും എന്ന് പറയുന്ന പോലെ തന്നെ ആൻഡും ഷീ ആൻഡ് ഹീ അങ്ങനെയൊക്കെ വരുന്ന രീതിയിലാണ് ഈ ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗാന്ധിജി വാസ് എ പൊളിറ്റീഷ്യൻ ആൻഡ് സെയിൻറ്റ്. ഗാന്ധിജി വന്നിട്ട് ഒരു പൊളിറ്റീഷ്യനായിരുന്നു, രാഷ്ട്രീയത്തിലായിരുന്നു, പിന്നെ ഒരു സെയിൻറ്റും ആയിരുന്നു. നമ്മൾ വാസ് എന്നുവെച്ചാൽ ഇതുമായിരുന്നു അതുമായിരുന്നു. നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ ഉമ്മെന്ന് മാത്രമേ വരത്തുള്ളൂ. സോ ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മൾ ആൻഡ് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു വേർഡ് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആൻഡ് ആ സൈഡിലും വരും ഈ സൈഡിലും വരും. എന്നുവെച്ചാൽ ഒരാളെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടി പറയുമ്പോഴത്തേക്കും നടുക്ക് നമ്മൾ ഒരു ആൻഡ് യൂസ് ചെയ്യും. അതാണ് ഈ ആൻഡ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വരുന്നത്. അടുത്തത് ഓർ വെച്ചിട്ട് നമുക്ക് ഓർ എന്ന് വെച്ചാൽ ഓ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് നമ്മളതിൽ ഓ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് വരുന്നത്. വി ക്യാൻ ഹാവ് ലഞ്ച് അറ്റ് ട്രിവാൻഡ്രം ഓർ ആറ്റിങ്കൽ. ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലഞ്ച് കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ പറയും ആറ്റിങ്കൽ കഴിക്കണോ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും. ആറ്റിങ്കൽ കഴിക്കണോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് കഴിക്കണോ എന്ന് പറയത്തില്ല. അല്ലെങ്കിൽ എന്ന സ്ഥലത്താണ് നമ്മൾ ഓർ എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വി ക്യാൻ ഈസ് ദിസ് മൈ പെൻ ഓർ യോസ് എന്നുവെച്ചാൽ ഇത് നിങ്ങളുടെ പേനയാണോ അല്ലെങ്കിൽ എൻ്റെ പേനയാണോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. സോ അതിന് പകരമായിട്ട് ദിസ് ഈസ് മൈ പെൻ ഓർ യോർ പെൻ അല്ലെങ്കിൽ എന്ന സ്ഥാനത്ത് നമ്മൾ ഓർ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നിൻ്റെ ആണോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മലയാളം വരും. അതിന് പകരം ഇംഗ്ലീഷിലാണെങ്കിൽ ഓർ എന്ന് വെച്ചിട്ട് യോസ്, മൈ പെൻ ഓർ യോസ് അങ്ങനെ. അടുത്തത് ആൻഡ് ഓറഞ്ച് ഓർ ആപ്പിൾ എന്നുവെച്ചാൽ ഇത് ഓറഞ്ച് ആണോ ആപ്പിൾ ആണോ എന്ന്. അപ്പോൾ നമ്മൾ പറയും ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ എന്ന് നമ്മൾ പറയും. മലയാളത്തിലാകുമ്പോൾ അങ്ങനെ വരും. അപ്പോൾ അല്ലെങ്കിൽ എന്ന സ്ഥാനത്താണ് നമ്മൾ ഓർ വെച്ചിട്ട് സംബോധന ചെയ്യണം. ഇപ്പോൾ ഇതാണോ അതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെയാണോ നല്ലത് അല്ലെങ്കിൽ അവിടെയാണോ നല്ലത് നമ്മൾ ചോദിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇതാണ് നല്ലത് അങ്ങനെ നമ്മൾ പറയുന്നില്ലേ. അതിന് പകരമായിട്ടാണ് നമ്മൾ ആൻ എന്ന് വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആന് പോട്ടെ ഓർ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആൻ ഓറഞ്ച് ഓർ ആൻ ആപ്പിൾ എന്ന് വരും. എന്നുവെച്ചാൽ ഇത് ഓറഞ്ച് ആണോ അല്ലെങ്കിൽ ആപ്പിൾ ആണോ എന്നുള്ള രീതിയിലാണ് മലയാളത്തിൽ വരുമ്പോൾ. നെക്സ്റ്റ് ഡു യു വാണ്ട് ഐസ്ക്രീം ഓർ ഷേക്ക്. ഇപ്പോൾ നമ്മൾ പറയും നിങ്ങൾക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ ഷേക്ക് ആണോ വേണ്ടതെന്ന്. അപ്പോൾ അവിടെ അല്ലെങ്കിൽ എന്ന സ്ഥാനത്താണ് നമ്മൾ ഓർ യൂസ് ചെയ്യുന്നത്. ഇതാണോ അല്ലെങ്കിൽ അതാണോ അങ്ങനെ വരുന്ന സെൻറ്റൻസിനാണ് നമ്മൾ ഓർ വെച്ചിട്ട് സംബോധന ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബട്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്നാൽ
പക്ഷേ എന്നിട്ട് ഈ 3 വേർഡ്സും അതിൽ വരാറുണ്ട്. ഷീ വർക്ക് ഹാർഡ് ബട്ട് ഫെയിൽഡ്. ബട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ അവൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്നാൽ ഫെയിലായി എന്ന് നമ്മൾ പറയത്തില്ലേ. പക്ഷേ ഫെയിലായി അങ്ങനെയും പറയും. എന്നിട്ടും ഫെയിലായി, അവൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്നിട്ടും ഫെയിലായി. ആ 3 വേർഡും നമ്മൾ അതിൽ യൂസ് ചെയ്യുക. ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മലയാളത്തിൽ വരും. ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്കും നമ്മൾ പറയുക ഷീ വർക്ക് ഹാർഡ് ബട്ട് ഫെയിൽഡ്. അവിടെ ബട്ടാണ് വരിക. എന്ന് വെച്ചാൽ അവൾ അത്രയും കഷ്ടപ്പെട്ടു എന്നിട്ടും ഫെയിലായി എന്ന് പറയുന്ന പോലെ ബട്ട് ഫെയിൽഡ്. അവിടെയാണ് നമ്മൾ ബട്ട് യൂസ് ചെയ്യുക. പിന്നെ ജോണി ഈസ് നോട്ട് റിച്ച് ബട്ട് ഇൻ്റലിജൻറ്റ് എന്ന് വെച്ചാൽ ജോണി റിച്ച് അല്ല എന്നാൽ ഇൻ്റലിജൻ്റ് ആണ് നമ്മൾ പറയത്തില്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ജോൺ ഈസ് നോട്ട് റിച്ച് ബട്ട് ഇൻ്റലിജൻറ്റ് എന്ന് വെച്ചാൽ ജോൺ റിച്ച് അല്ല പക്ഷേ ഇൻ്റലിജൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്ന പോലെ ബട്ടിൻ്റെ സ്ഥാനത്താണ് മലയാളത്തിൽ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ ഇൻ്റലിജൻ്റ് ആണ് എന്നിട്ട് ഇൻ്റലിജൻറ്റ് പക്ഷേനാ കൂടുതൽ വരിക. ജോൺ റിച്ച് ആണ് പക്ഷേ ഇൻ്റലിജൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്ന പോലെ ബട്ട് അവിടെ ബട്ടാണ് വരിക. ഷീ ലവ്സ് ചിക്കൻ ബട്ട് ഐ പ്രിപ്പയർഡ് ഫിഷ് എന്ന് വെച്ചാൽ അവൾക്ക് ചിക്കനാണ് ഇഷ്ടം പക്ഷേ ഞാൻ മീനാണ് പ്രിപ്പയർ ചെയ്തത്. പക്ഷേ എന്ന് പറയുന്ന സ്ഥാനത്താണ് ബട്ട് വരുന്നത്. അപ്പോൾ ഷീ ലവ്സ് ചിക്കൻ. ഇപ്പോൾ നമ്മൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും ഷീ ലവ്സ് ചിക്കൻ വന്നിട്ട് ബട്ട് ഐ പ്രിപ്പയർഡ് ഫിഷ് എന്നിട്ട് എന്നാൽ അല്ലെങ്കിൽ പക്ഷേ ഞാൻ മീനാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. ബട്ട് ത്രൂ എന്ന് വെച്ചാൽ ദോ എന്ന് വെച്ചാൽ എന്നാലും എങ്കിലും എന്നിട്ടും എന്നാണ് അതിൻ്റെ ഇത് വരുന്നത് മലയാളത്തിൽ. ദോ ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ഷീ കനോട്ട് പാസ് ദി എക്സാമിനേഷൻ എന്ന് വെച്ചാൽ അവൾ ഇൻ്റലിജൻ്റ് ആണ് എങ്കിലും അവൾക്ക് എക്സാം പാസ്സാവാൻ പറ്റിയില്ല എന്ന രീതിയിലാണ് എങ്കിലും എന്ന് പറയുന്ന പോലെ നമ്മൾ പറയുന്നത് ദോ. ഇത് ആദ്യം തന്നെ ദോ വരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ സെൻറ്റൻസിന് മുന്നേ തന്നെ നമ്മൾ ദോ ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ഷീ കനോട്ട് പാസ് ദി എക്സാമിനേഷൻ ദോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ ദോ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്റൻസ് പറയുന്നത്. ദോ വി സ്റ്റാർട്ടഡ് ഏർലി വി വെയർ ലേറ്റ് എന്ന് വെച്ചാൽ ദോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏർലി നേരത്തെ ഇറങ്ങി പക്ഷേ നമുക്ക് ലേറ്റായി, നമ്മൾ ലേറ്റായി, നേരത്തെ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നേരത്തെ എത്താൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ലേറ്റായി എന്നാണ് അത് വരുന്നത്. ദോ ഷീ അറൈവ്ഡ് ഏർലി ഷീ കുഡ് നോട്ട് മീറ്റ് ഹിം എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ നേരത്തെ ഇറങ്ങി പക്ഷേ ഏർലിയായിട്ട് ഇറങ്ങി പക്ഷേ അവനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലാണ്. എങ്കിലും അവനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ടും അവനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയത്തില്ല. നമ്മൾ നേരത്തെ ഇറങ്ങി പക്ഷേ എന്നിട്ടും അവനെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയത്തില്ല, അതുപോലെയാണിത്. ഇവിടെ ദോ എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ദോ വെച്ചിട്ടാണ് നമ്മൾ സെൻറ്റൻസ് പറയുന്നതും. നെക്സ്റ്റ് വന്നിട്ട് ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്നുള്ള സംഭവമാണ്. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ എന്ന അർത്ഥമാണ് വന്നത്. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ നമ്മൾ പറയില്ലേ, ക്യാച്ച് മീ എന്നെ പിടിച്ചോ എങ്കിൽ എന്നെ പിടിച്ചോ എന്ന് നമ്മൾ പറയത്തില്ല. അടുത്തത് നമ്മൾ പറയുന്നത് യു വിൽ ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് ഇഫ് യു സ്റ്റഡി വെൽ എന്ന് വെച്ചാൽ നീ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ എങ്കിൽ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇഫ് എന്ന് വെച്ചിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇഫ് യു ഗോ നൗ യു ക്യാൻ സീ ഹർ. ഇപ്പോൾ നിങ്ങൾ പോയാൽ എങ്കിൽ നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റും എന്ന് നമ്മൾ പറയത്തില്ല. ഞാൻ ഇഫ് വെച്ചിട്ട് വരുന്നത്. ഇഫ് യു ഗോ നൗ യു ക്യാൻ സീ ഹർ. ഇപ്പം നിങ്ങൾ പോയാൽ എങ്കിൽ നിങ്ങൾക്ക് അവളെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇഫ് വെച്ചിട്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. പിന്നെ ആസ് എന്ന് വെച്ചാൽ അതുകൊണ്ട്. ആസ് ഷീ ഈസ് ഇൽ ഷി വിൽ നോട്ട് കം എന്ന് വെച്ചാൽ അവൾക്ക് വയ്യ അതുകൊണ്ടാണ് അവൾ ഇന്ന് വരാത്തത് എന്നാണ് മലയാളത്തിൽ വരുമ്പോൾ പറയുന്നത്. ആസ് ഷീ ഈസ് ഇൽ അവൾക്ക് സുഖമില്ല അതുകൊണ്ടാണ് അവൾ ഇന്ന് വരാത്തത്. ഓക്കെ, ആസ് ഷീ ഈസ് ഇൽ ഷി വിൽ നോട്ട് കം അങ്ങനെ. ആസ് ഷീ സോ മീ ഹീ കെയിം ടുവേർഡ്സ് മീ എന്ന് വെച്ചാൽ
അവൻ എന്നെ കണ്ടു അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. നമ്മൾ അങ്ങനെ പറയത്തില്ല. അതിന് പകരമാണ് ഷീ സോ മീ ഷീ കെയിം ടുവേർഡ്സ് മീ. ഇതും പിന്നെ ആസ് വന്നിട്ട് സ്റ്റാർട്ടിങ്ങിനും വരാറുണ്ട്. സ്റ്റാർട്ടിങ്ങിന് വരും, ചില സമയത്ത് ഇടയ്ക്കും വരും. ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത്. ഓക്കെ, സെൻറ്റൻസ് ഇങ്ങനെയാണ് വരുന്നത് സ്റ്റാർട്ടിങ്. അടുത്തത് നൈദർ. നൈദർ എന്ന് വെച്ചാൽ നൈദർ അല്ലെങ്കിൽ നോർ എന്ന് വെച്ചാൽ അല്ല ഇല്ല. നമ്മളിപ്പോൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ അതിനകത്ത് അല്ലേ ഇല്ല എന്നൊക്കെ വരും. നൈദർ ദി മാൻ നോർ ദി വുമൻ ഹാസ് കം എന്ന് വെച്ചാൽ നൈദർ ദി അല്ലെങ്കിൽ ആമ്പിള്ളാരോ ഇല്ലെങ്കിൽ വുമനോ വെച്ചാൽ പെമ്പിള്ളാരോ. നമ്മൾ അങ്ങനെ പറയത്തില്ല. അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. നൈദർ ദി മാൻ ഓർ നോർ ദി വുമൻ ഹാസ് കെയിം. അല്ലെങ്കിൽ ആമ്പിള്ളാരോ ഇല്ലെങ്കിൽ പെമ്പിള്ളാരോ ആരും വന്നിട്ടില്ല. ഹീ നൈദർ റൈറ്റ്സ് നോർ റീഡ്സ് എന്ന് വെച്ചാൽ ഇവൻ അല്ലെങ്കിൽ എഴുതത്തില്ല ഇല്ലെങ്കിൽ വായിക്കത്തില്ല. നമ്മൾ രണ്ട് വേർഡും പറയത്തില്ല. അവനല്ലെങ്കിൽ എഴുതത്തില്ല ഇല്ലെങ്കിൽ വായിക്കത്തുമില്ല എന്ന് പറയത്തില്ല. അതുപോലെയാണ് ഇത് വരുന്നത്. ഈ നൈദർ റൈറ്റ്സ് നോർ റീഡ്സ്. ഷീ നൈദർ റിച്ച് നോർ ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഇവൾ അല്ലെങ്കിൽ റിച്ചാണ് ഇല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ പറയുന്നത്. അല്ല ഇല്ല വെച്ചിട്ട് നമ്മൾ പറയുന്ന പോലെയാണ് നൈദർ അല്ലെങ്കിൽ നോർ. ഷീ ഈസ് നൈദർ റിച്ച് നോർ ബ്യൂട്ടിഫുൾ. അവൾ അല്ലെങ്കിൽ റിച്ചാണ് ഇല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ് എന്നാണ് വരിക. നെക്സ്റ്റ് വന്നിട്ട് ഐദർ ഓർ അതോ അല്ലെങ്കിൽ ഇതോ. നമ്മൾ പറയത്തില്ല അതോ ഇതോ വെച്ചിട്ട് നമ്മൾ ഒരു സെൻറ്റൻസ് പറയത്തില്ല. അതാണ് ഇത്. ഐദർ ഹീ ഈസ് മാഡ് ഓർ ഹീ പ്രിറ്റൻഡ് മാഡ്ലെസ് എന്ന് വെച്ചാൽ അവന് അതോ അവന് വട്ടാണോ ഇതോ അവന് വട്ടാണോ അതോ അവന് വട്ടായിട്ട് അഭിനയിക്കുകയാണോ നമ്മൾ പറയത്തില്ല. അതാണ് ഈ സംഭവം. ഷീ ഡസ് ഫോർ ഹാവ് ഐദർ ബാഗ് ഓർ പെൻ എന്ന് പറഞ്ഞ പോലെ അവൾക്ക് ഷീ ഡസ് ഹാവ് ഐദർ ബുക്ക് ഓർ പെൻ എന്ന് വെച്ചാൽ അവൾക്ക് ബുക്കുണ്ടോ ഇതോ അവൾക്ക് പെന്നുണ്ടോ നമ്മൾ അങ്ങനെ പറയത്തില്ല. അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇനി അടുത്തത് ജസ്റ്റ് യു മസ്റ്റ് സ്റ്റഡി ഐദർ മലയാളം ഓർ ഹിന്ദി എന്ന് വെച്ചാൽ നമ്മൾ അതോ അല്ലെങ്കിൽ മലയാളം പഠിക്കുക ഇതോ അല്ലെങ്കിൽ ഹിന്ദി പഠിക്കുക അങ്ങനെ ഇതാണ് വരുന്നത്. യു മസ്റ്റ് ഹാവ് സ്റ്റഡി ഐദർ മലയാളം ഓർ ഹിന്ദി. ഓക്കെ, ഇതിൻ്റെ ബാക്കി വന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കി ക്ലാസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. സോ ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.